ഐഫോൺസ് എടുക്കുന്നത് പാതി പേരും ഒഴിവാക്കുന്നതിൻ്റെ മെയിൻ റീസൺസിൽ ഒന്നാണ് മറ്റൊരു പ്ലാറ്റ്ഫോമിലുള്ള ഡിവൈസുമായിട്ട് ഫയൽ ഷെയറിങ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു പ്ലാറ്റ്ഫോമിലുള്ള ഡിവൈസിലേക്ക് നമുക്ക് ഫയൽസ് ഐഫോണിൽ നിന്നും ഐപാഡിൽ നിന്നും മാക്കിൽ നിന്നും എല്ലാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ജസ്റ്റ് നിങ്ങളൊരു ആപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ലോക്കൽ സെൻ്റർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടിപ്പിക്കലി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഏത് ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാലും നിങ്ങൾക്ക് ഐഫോണിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഏത് ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിലേക്ക് ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻഡ്രോയിഡിലും ഞാൻ ഈ ഒരു ആപ്പ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ കണ്ടും നമുക്ക് 2 പേര് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ പേരെന്ന് പറയുന്നത് ഗോർജിയസ് സ്ട്രോബറി എന്നാണ് ഇവിടെ എൻ്റെ ഫോണിൻ്റെ പേര് വന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പേരുകളായിരിക്കും നമുക്ക് വരുന്നത്. ഈച്ച് ഡിവൈസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേരായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ഇവിടെ കാണിക്കുന്നത് ക്ലെവർ ലെറ്റൂസ് എന്ന് പറയുന്ന ഒരു പേരാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊരു നമ്പർ തൊട്ടടുത്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ സെയിം വൈഫൈ നെറ്റ്വർക്കിലായിരിക്കണം എന്നുള്ള റിക്വയർമെൻറ്റ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന എൻ്റെ 2 ഫോൺസും ഒരേ വൈഫൈയിലാണ് കണക്റ്റഡ് ആയിട്ട് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ ഐഫോണിൽ നിന്ന് എൻ്റെ ആൻഡ്രോയിഡിലേക്ക് ഞാൻ ഒരു ഫയൽ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെൻഡ് കൊടുക്കുന്നുണ്ട്. സെൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് മീഡിയ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഫയലുണ്ട്, ഫോൾഡർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മീഡിയ, അതായത് ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ജസ്റ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ആപ്പിലേക്കുള്ള ഒരു ആക്സസ് കൂടെ ചോദിക്കുന്നിരിക്കും. ഞാൻ അവിടെ ജസ്റ്റ് ഫുൾ ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ആപ്പ് കൂടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുള്ള അതേ സെയിം ഫോട്ടോ തന്നെ ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ആൻഡ്രോയിഡിലേക്ക് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൺഫേം എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ട് താഴായിട്ട് കാണാൻ പറ്റും കൺഫേം 1/999 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് 999 ഫോട്ടോസ് വരെ നമുക്ക് ഒരേ ടൈം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൺഫേം കൊടുക്കുന്നുണ്ട്. കൺഫേം കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ കണ്ടും ക്ലെവർ ലെറ്റൂസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ഫോൺസിൽ ഈ ഒരു ആപ്പ് ഓപ്പൺ ആണെങ്കിലും അതിൻ്റെ എല്ലാം പേര് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലെവർ ലെറ്റൂസ് എൻ്റെ ആൻഡ്രോയിഡ് ഫോണായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ആണെങ്കിൽ അത് ഫേവറേറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫേവറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് അത് സെൻഡ് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കണ്ട് നിങ്ങൾക്ക് ഗോർജിയസ് സ്ട്രോബറിയിൽ നിന്ന് ഒരു ഫയൽ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആക്സെപ്റ്റ് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫയൽ നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ഗാലറിയിലേക്കുള്ള ആക്സസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫയൽ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഗാലറി പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫയൽ അവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ അപ്പം ജസ്റ്റ് എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആൽബം എടുത്തിട്ട് ഞാൻ എൻ്റെ ഗാലറി എടുക്കുമ്പോൾ ഇവിടെ തൊട്ട് മേളിലായിട്ട് തന്നെ എനിക്ക് ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എത്ര പെട്ടെന്ന് തന്നെ നമുക്കിത് ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഡിവൈസിലേക്ക് നമുക്ക് ഈ തരത്തിൽ ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാക്ബുക്കിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐപാഡിൽ നിന്ന് വിൻഡോസ് ലാപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഡിവൈസിലേക്കും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ്. അപ്പം ജസ്റ്റ് ഒരു 2 ക്ലിക്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഫയൽസ് തൊട്ടടുത്തുള്ള ഡിവൈസിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആകെയുള്ള റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് രണ്ടും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ ആയിരിക്കണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റ് മാത്രമേ നമുക്കിതിനകത്ത് തരുന്നുള്ളൂ. അപ്പോൾ ഇനി മുതൽ തൊട്ടടുത്തുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഫയൽ ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഐഫോൺസ് എടുക്കാതിരിക്കേണ്ട. ഈ തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആ ഒരു ചോയ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഫോണാണ് ആൻഡ്രോയിഡ് എന്നുള്ള ചോയ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയും വേണ്ടി നമ്മൾ എന്ത് കൂടി അപ്പോൾ വീഡിയോ പരിപാടിയിലേക്ക് ഒപ്പം കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരിക്കും സി യു.